അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പ്ലേസ് ചീറ്റിപ്പോയിരിക്കുകയാണ്. നമ്മൾ വന്നപ്പോഴത്തേനും ഇവിടെ തുറന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ കോട്ടയം വാഗമൺ എക്സ്പ്ലോറിംഗ് സീരീസിൻ്റെ ഭാഗമായിട്ടുള്ള യാത്രയിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് കോട്ടയം ജില്ലയിൽ നാടുകാണി എന്ന് പറഞ്ഞ സ്ഥലത്ത്. നാടുകാണി വ്യൂ പോയിന്റ്, നല്ല വ്യൂ പോയിന്റ് കാണുന്നുണ്ടോ? അത് നല്ല പച്ചപ്പ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പുതിയ വീഡിയോ എന്ന് പറയുന്നത് കോട്ടയം സീരീസാണ്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം ടെക്നോ പാർക്ക്, അതായത് ടെക്നോ സിറ്റിയിൽ നിന്നുള്ള യാത്രയാണ്. നമ്മൾ കോട്ടയം ടു വാഗമൺ വരെ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സമയം ഇപ്പോൾ എത്രയായി? 6:30 മണിയായിട്ടുണ്ട്. അപ്പോൾ രാത്രി 6:30 മണിക്ക് നമ്മളിവിടുന്ന് പുറപ്പെട്ട് കോട്ടയം പാമ്പാടിയിൽ നമ്മുടെ അജിൻ്റെ വീട്ടിലാണ് ഇന്നത്തെ സ്റ്റേ. എന്നിട്ടാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ നല്ലൊരു വീഡിയോ എല്ലാവർക്കും കാണാം. ബൈ ബൈ. അപ്പോൾ നമ്മൾ പെട്രോൾ അടിക്കാൻ കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് റെസ്റ്റ് അനുവദിക്കുന്നുണ്ട്. അതിൻ്റെ സ്പാർക്ക് പ്ലഗ് കംപ്ലൈൻ്റ് ആണ് അപ്പോൾ നമ്മൾ കുറച്ചത് ക്ലീൻ ചെയ്തിട്ട് ഓടുമ്പോൾ പിന്നെ അത് ശരിയാവും. ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് 2ാമത്തെ ദിവസമാണ്. അപ്പം നമ്മൾ പാമ്പാടി അജിൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് പാമ്പാടിയിൽ അജിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലാണ്. ഇന്നലത്തെ സ്റ്റേ ഇവിടെ ആയിരുന്നു. അപ്പോൾ ഇനി ഇവിടെ നിന്നാണ് നമ്മളിനി കോട്ടയം ഇല്ലിക്കൽ കല്ല് അങ്ങോട്ടുള്ള യാത്ര. ഇനി നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? അരുവിക്കുഴി ലോർദ് മാതാ ദേവാലയം അരുവിക്കുഴിയാണിത്. അപ്പോൾ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, വെൽക്കം ടു അരുവിക്കുഴി വാട്ടർഫാൾസ്. ബോർഡ് കാണാം. അരുവിക്കുഴി പാലമാണ് കാണുന്നത്, അരുവിക്കുഴി ബ്രിഡ്ജ്. ഇങ്ങോട്ടാണ് പോകേണ്ടത്. എന്ന സമയം 9 മണിക്കാണ്. അപ്പോൾ 9 മണിക്കാണ് നമുക്ക് അങ്ങോട്ട് പോയ കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് അരുവിക്കുഴി വാട്ടർഫാൾസ്. അങ്ങോട്ട് പോകുന്നതെങ്കിൽ 9 മണിയാകുമ്പോഴേ ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ തുറക്കുന്നത് എൻട്രി ടൈം 9 മണി തൊട്ട് 6 മണി വരെയാണ്. എൻട്രി ഫീ എന്ന് പറഞ്ഞാൽ 26 രൂപയാണ്. സീനിയർ സിറ്റിസൺ 13. അപ്പോൾ തുറന്നിട്ടില്ല. നമ്മളിപ്പോൾ എത്തിയത് 8:45 കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് അരുവിക്കുഴി വാട്ടർഫാൾസ് കാണാനായിട്ടാണ്. അപ്പോൾ 9 മണിക്ക് മുമ്പ് നമ്മളിവിടെ എത്തി. ഓപ്പൺ ആയിട്ടില്ല. 9 മണിക്കാണ് ഓപ്പണിംഗ് ടൈം. നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഡിലേ എങ്ങാനും ആവുകയാണെങ്കിൽ നമ്മൾ ഈ പ്ലേസ് സ്കിപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം നമ്മൾ കുറച്ച് അധികം ദൂരം പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് വിഷ്വൽസാണ് വേണ്ട. മനോഹരമായ ഒരു പടിക്കെട്ടുണ്ട്. ഈ പടിക്കെട്ട് ഇറങ്ങി നമുക്ക് ആ വാട്ടർഫാൾസ് പോയി കാണാൻ പറ്റും. അപ്പോൾ വെയിറ്റ് ചെയ്ത് നോക്കാം. 9 മണി തൊട്ട് 6 PM വരെയാണ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പ്ലേസ് ചീറ്റിപ്പോയിരിക്കുകയാണ്. നമ്മൾ വന്നപ്പോഴത്തേനും ഇവിടെ തുറന്നിട്ടില്ല. 9-9:30 കഴിയും തുറക്കും. നമ്മളിപ്പോൾ വന്നത് 9 മണിക്കാണ്. അതുകൊണ്ട് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് വിടുക. ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നിൽക്കുന്നില്ല. നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് വിടുകയാണ്. ഇത് അരുവിക്കുഴിയായിരുന്നു, അരുവിക്കുഴി വെള്ളച്ചാട്ടം. ഇനി നമ്മൾ അടുത്ത പോകുന്നത് നാടുകാണിക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ട് പയ്യെ അങ്ങ് പോകാം. അത്രേ ഉള്ളൂ. പിന്നെ അടുത്ത പ്ലേസിൽ അപ്പം നമ്മൾ ചപ്പാത്ത് തിരികെയാണ്. ചപ്പാത്ത് എന്ന് പറയുന്നത് അരുവിക്കുഴിയിൽ നിന്നും കൊച്ചുകൊട്ടാരം ചപ്പാത്ത്. സ്ഥലം ചെങ്ങളം ഈസ്റ്റാണ് ഈ സ്ഥലം. അത് കോട്ടയത്തെ ഒരു ഹിഡൻ പ്ലേസ് ആണ്. നല്ല വൈബാണ്. ഇങ്ങനെയൊക്കെ ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. നമ്മളിപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുന്നില്ല. കുറച്ച് അധികം ദൂരം പോകാനുള്ളതുണ്ട്. പിന്നെ അടുത്ത പ്ലേസ്. ബൈ ബൈ. അപ്പോൾ നമ്മളിനി ചപ്പാത്തിൽ നിന്ന്
അടുത്തതായിട്ടുള്ള ഡെസ്റ്റിനേഷൻ നാടുകാണി. നാടുകാണിക്ക് പോവാം. ഓക്കെ പോരെ. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് അൽഫോൺസാമ്മ ടോമ്പിലാണ്. അതായത് അൽഫോൺസാമ്മയുടെ കബറടപ്പിൻ്റെ ആ പള്ളിയിൽ ഭരണങ്ങാനം സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നിന്നൊരു ക്യാൻറ്റീനുണ്ട്, അവിടെ ഫുഡ് കഴിക്കാനായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കഴിച്ചു. നമ്മൾ ക്യാൻറ്റീൻ ഇപ്പോൾ ഏതാണ് സ്ഥലം? ഭരണങ്ങാനം അൽഫോൺസാമ്മയുടെ ടോമ്പാണുള്ളത്. നമ്മൾ പാമ്പാടിയിൽ നിന്ന് ഇറങ്ങി നേരെ അരുവിക്കുഴി പോയി, പക്ഷെ അവിടെ തോന്നിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചപ്പാത്തിലേക്കാണ് പോയത്. അവിടെ കുറച്ച് നേരം നിന്ന് അവിടെ നിന്ന് നമ്മൾ ഇപ്പോൾ ഭരണങ്ങാനം എത്തി. ഇവിടെ അൽഫോൺസ് ചർച്ചിൻ്റെ അവിടെ വന്നു. ഇവിടെ ക്യാൻറ്റീനിൽ കയറി ഫുഡ് കഴിച്ചു. ഇനി നമ്മൾ അടുത്തത് നാടുകാണി കാണാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നാടുകാണി എന്നൊരു സ്ഥലത്താണ്. ഇതെവിടെയാണ്? കോട്ടയം കയ്യൂർ എന്നുള്ള സ്ഥലത്ത്. അധികം അങ്ങനെ പുറത്ത് അറിയപ്പെടാത്തൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മളത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇച്ചിരി ഓഫ് റോഡാണ്. നമുക്ക് എൻട്രി ഉണ്ടോ അലോഡ് ആണോ എന്നൊന്നും അറിയത്തില്ല. നമ്മൾ പോയി നോക്കുവാണ്. അപ്പോൾ നമ്മൾ നാടുകാണി ഹിൽ പോയിന്റിലേക്കുള്ള വഴിയിലേക്കാണ്. നാടുകാണി വ്യൂ പോയിന്റ്. അപ്പോൾ ഇനി ഇവിടെ വരെ വണ്ടി കയറുള്ളൂ. ഇനി നമ്മളവിടെ ഒരു ഗേറ്റ് ഉണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ സൈഡിൽ കൂടെ നടന്ന് മേളിൽ കയറണം. അവിടെയാണ് വ്യൂ പോയിന്റ്. അപ്പോൾ വ്യൂ പോയിന്റ് ചെന്നിട്ടുള്ള കാഴ്ചകൾ കാണാം. നാടുകാണി വ്യൂ പോയിന്റ്. അപ്പം നാടുകാണി സംഭവം എവിടെയാണെന്നൊന്നും അറിയത്തില്ല. നമ്മൾ തേടി പിടിച്ച് പോവുകയാണ്. മാപ്പിൽ ഇത് എവിടെയോ ഹിൽ പോയിന്റ് എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. സംഭവം കുറേ പൈനാപ്പിൾ തോട്ടത്തിൻ്റെ ഇടയിലാണ് വന്ന് നിൽക്കുന്നത്. ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും. ആരെയും കാണുന്നില്ല. ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ. നമ്മൾ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. പക്ഷെ കൊള്ളാം കേട്ടോ, വന്നതുകൊണ്ട് വർത്താണ്. അങ്ങോട്ടായിരിക്കുമോ? ഹലോ, അപ്പോൾ ഇതാണ് നാടുകാണി എന്നാണ് നമ്മൾ വിചാരിക്കുന്ന സ്ഥലം. ഇതായിരിക്കും. ഇതല്ല എന്നുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ വിശ്വാസമാണിത്. നമ്മളിത് വിശ്വസിക്കുന്നത് നാടുകാണിയാണ്. കാരണം നമ്മുടെ മാപ്പ് ഇവിടെയാണ് കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. നാടുകാണി ഹിൽ വ്യൂ പോയിൻറ്റ് ഇതായിരിക്കും സംഭവം എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ബിക്കോസ് നമ്മളെ ഗൂഗിൾ മാപ്പ് ഇവിടെയാണ് എത്തിച്ചിരിക്കുന്നത്. ഇനി വേറെ വല്ല പ്ലേസും ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടെങ്കിൽ, കോട്ടയംകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ലൊക്കേഷൻ ഒന്ന് പിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് കൊള്ളാം. ഇതിന് നാടുകാണി ആണോ എന്ന് തന്നെ അറിയില്ല. എന്നാലും നല്ല വൈബുണ്ട്. എങ്കിൽ ഇത് ഒരു കോട്ടയത്തെ ഒരു ഹിഡൻ പ്ലേസാണ്. ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. സംഭവം നാടുകാണിയിൽ കണ്ടൊരു ചെടിയാണ്. നാടുകാണിയിൽ കണ്ടൊരു മരമാണിത്. ഈ മരം എന്താണെന്ന് അറിയാവുന്നൊരു കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ കണ്ട ഒരു മരമാണിത്. എന്താണ്, നല്ല പൂവൊക്കെ ഉണ്ട്. ഫസ്റ്റ് ടൈമാണിത് കാണുന്നത്. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ഹലോ ഗൈസ്, നമ്മൾ നാടുകാണിയുടെ ടോപ്പിലാണ് നിൽക്കുന്നത്. നാടുകാണി വ്യൂ പോയിൻറ്റ്.
അതായത് നാടുകാണി പാറ. പാറയുടെ ഏറ്റവും ടോപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ നിന്ന് നോക്കിയ കോട്ടയം മൊത്തം കാണാൻ കഴിയുന്നതാണ്. പക്ഷേ ഇത് കോട്ടയല്ല, അതുകൊണ്ട് ഇത് കോട്ടയം തന്നെയാണ്. പക്ഷെ വിശ്വാസം നമുക്കൊന്നും കാണാൻ പറ്റില്ല. കാണാം, ഇപ്പൊ വെയിലിറങ്ങിയിട്ടുണ്ട്, കയറാൻ പറയാം. കോടയുണ്ട്, അവിടെ ഒന്നും കാണാൻ കഴിയുന്നില്ല. കോട കോട അതാണ് ഗൈസ്, പുള്ളിക്കാരൻ പറഞ്ഞതൊക്കെ ശരിയാണ്. നമ്മുടെ യവൻ. നല്ല സീനറീസ് നമുക്ക് ക്യാമറയിൽ അത് കിട്ടുന്നില്ല. നാട് കാണി, അവിടെ നല്ല സീനറി ഉണ്ടെന്ന്. അങ്ങോട്ട് പോവാം. വരൂ പിള്ളേരെ വരൂ. ടോപ്പ് ഇതല്ല, സോറി, ടോപ്പ് അവിടെയാണ്. ടോപ്പിലോട്ട് പോവുകയാണ്. നാട് കാണി. ഇത് നാട് കാണി പാറയാണോ നാട് കാണി ഹിൽ പോയിന്റ് ആണോ? നാട് കാണി ഹിൽ പോയിന്റ് ആണിത്, പാറയല്ല. പാറയാണ് ഇവിടെ മൊത്തം. നാട് കാണി വ്യൂ പോയിന്റ്. അപ്പോൾ നമ്മുടെ കോട്ടയം സീരീസിൻ്റെ, കോട്ടയം വാഗമൺ എക്സ്പ്ലോറിംഗ് സീരീസിൻ്റെ ഭാഗമായിട്ടുള്ള യാത്രയിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ നാടുകാണി എന്ന് പറഞ്ഞ സ്ഥലത്ത്. നാടുകാണി വ്യൂ പോയിന്റ്, നല്ല വ്യൂ പോയിന്റ് കാണുന്നുണ്ടോ? അത് നല്ല പച്ചപ്പ്, നല്ല സീനറീസ് ആണ്. അതെ അതെ, യവൻ വീട്ടിൽ പറയാതെ വന്നിട്ടുള്ളത് ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ നാടുകാണിയിൽ നിന്ന് റിട്ടേൺ ആണ്. കൊള്ളാം, ഏകദേശം 1.25 മണിക്കൂറോളം സ്പെൻഡ് ചെയ്യാനുള്ളതുണ്ട്. നല്ല കാഴ്ചകളുണ്ട്. വന്നത് ഇത്തിരി ഉച്ച ടൈം ആയതിനാലുള്ള പ്രോബ്ലമേ ഉള്ളൂ. ഇവിടെ നിന്ന് നല്ല വ്യൂസ്, കോട്ടയം ജില്ലയുടെ മൊത്തം വ്യൂസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നല്ല ഏരിയ തന്നെയാണ്. അപ്പോൾ ഇത് അധികം ആർക്കും അങ്ങനെ പുറത്തോട്ട് എക്സ്പോഷർ ആയിട്ടില്ല. അപ്പോൾ ഇവിടെയുള്ളവരും അത് പുറത്തുനിന്നുള്ളവർക്കൊക്കെ വരാൻ പറ്റിയൊരു പ്ലാനാണ്. അപ്പോൾ വരിക, എൻജോയ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമ്മുടെ നാടുകാണി വ്യൂ പോയിൻ്റ് ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റി മെഷേഴ്സ് ഒന്നും അവിടെ ഇല്ല. ഫെൻസിങ്ങോ ഒന്നും അവിടെ ഇല്ല. അപ്പോൾ വരുന്നവരൊക്കെ അത് കൃത്യമായിട്ടൊന്ന് സൂക്ഷിക്കണം. അതാണ് പറയാനുള്ളത്. അപ്പോൾ അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് എരുമപ്ര അല്ലേ? അതാണ്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലപ്പേരാണ് എരുമപ്ര. അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്. ഉണ്ട്, സൈലൻസ്, നാച്ചുറൽ സൗണ്ട്. അതാണോ നാച്ചുറൽ സൗണ്ട്? അങ്ങ് മലമുകളിൽ അങ്ങ് മുകളിൽ നിന്ന് വരെ വെള്ളച്ചാട്ടമുണ്ട്. കാണുന്നുണ്ടോ? ആ കാണുന്നതാണ് വെള്ളച്ചാട്ടം. ടോപ്പിൽ നിന്നാണ്, അങ്ങ് ആ മരത്തിൻ്റെ അവിടെ നിന്ന് തൊട്ടാണ് വെള്ളം ഒഴുകി വരുന്നുണ്ട്. ഇത് എരുമപ്ര എന്നൊരു സ്ഥലപ്പേരാണ്. നമ്മുടെ കൂടെയുള്ള ആകാശ് വലിഞ്ഞു പിടിച്ച് കയറാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആ വെള്ളച്ചാട്ടം, എരുമപ്ര വെള്ളച്ചാട്ടത്തിൻ്റെ ടോപ്പിലാണ്. ടോപ്പല്ല, ഏകദേശം മിഡിൽ ഭാഗത്തായിട്ടാണ്. പിന്നുകൊണ്ട് ഭയങ്കര പാട് കയറാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ നോക്കി, ഇങ്ങനെ ചെങ്കുത്തായിട്ടുള്ള സ്ഥലമാണ്. ഇനി എങ്ങനെ ഇറങ്ങുമെന്ന്, കയറുമ്പോൾ നമുക്ക് അള്ളിപ്പിടിച്ചൊക്കെ കയറാം. എങ്ങനെ ഇറങ്ങുമെന്നുള്ളതാണ് പ്രശ്നം. കയറിയപ്പോൾ നമുക്ക് അള്ളിപ്പിടിച്ചൊക്കെ കയറി വരാം. ഇനി ഇറങ്ങുമ്പോൾ നമ്മളിത് എങ്ങനെ അങ്ങോട്ട് ഇറങ്ങണമെന്നുള്ളതാണ്. ഇറങ്ങുമ്പോൾ നമുക്ക് ബാലൻസ് കിട്ടില്ലെങ്കിൽ നേരെ അങ്ങ് റോട്ടിൽ പോയി കിടക്കും. ഇത് പ്രശ്നമാണ്. നമുക്ക് നോക്കാം. പക്ഷേ നല്ല വൈബ് തന്നെയാണ്.
ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ നാച്ചുറൽ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഫീലിങ്സ് ഉണ്ടല്ലോ നമ്മൾ നേച്ചർ എക്സ്പ്ലോറിങ് ചെയ്യുമ്പോൾ. അതായത് നമ്മൾ പ്രകൃതിയുടെ ആത്മാവിനെ തൊട്ടുണർത്തിയുള്ള യാത്രയാകുമ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലിങ്സ് തന്നെയാണ്. അപ്പോൾ എരുമപ്ര വെള്ളച്ചാട്ടം ഇതിപ്പോൾ വേനൽക്കാലമായിപ്പോയി. അതായത് സമ്മർ നമ്മുടെ വിൻ്റർ സീസൺ, അതായത് ഡിസംബർ മാസമായി. അപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളച്ചാട്ടമൊക്കെ കുറഞ്ഞു. അല്ലെങ്കിൽ നല്ല വ്യൂ എന്നൊക്കെ അവിടെ പറഞ്ഞു കേട്ടെ. അപ്പോൾ നമ്മളിവിടെയാണ് നിൽക്കുന്നത്. ഇനി അങ്ങ് ഇറങ്ങണം. നമുക്കിത്തിരി ബോഡി സൈസൊക്കെ ഉള്ളതുകൊണ്ട് ഇത്തിരി ഇറങ്ങാൻ ഇത്തിരി പ്രയാസമാണ്. എങ്കിലും നമ്മളിത് ആ ഒരു എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ഒരു ആഗ്രഹം, അടങ്ങാത്ത ആ നേച്ചറിനെ എക്സ്പ്ലോർ ചെയ്യുന്നുള്ള അടങ്ങാത്ത ആഗ്രഹം കൊണ്ട് നമ്മൾ കയറി വന്നതാണ്. ഇനി നമ്മൾ തിരിച്ചിറങ്ങട്ടെ. ബൈ ബൈ. നമ്മൾ നിൽക്കുന്ന ഹൈറ്റിൻ്റെ ഉയരം കാണിച്ചിട്ടുണ്ടോ? അജിനും യബിനും അങ്ങ് താഴെയാണ്. നമ്മൾ ഏകദേശം ടോപ്പിലാണ്, അവരങ്ങ് താഴെയാണ് ബോട്ടം. അപ്പോൾ ഇത് ഏകദേശം മിഡിലേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിന് ഇത്രയും ഹൈറ്റ് ഉണ്ട്. ഞങ്ങൾ മേളിലാണ് നിന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടെ ഇറങ്ങാം. ഇറങ്ങുന്നതൊക്കെ വലിയ പാടാണ്. കണ്ടാൽ തോന്നും നല്ലതായിട്ട് അങ്ങ് ഇറങ്ങിപ്പോകാൻ പറ്റുന്നു. പക്ഷേ അങ്ങനെയല്ല, ചറുക്കും, സ്ലിപ്പറി ആയിരിക്കും. അങ്ങനെയൊക്കെ കുറച്ച്